രമേശ് പിഷാരടി പാലക്കാട് വിജയിച്ചിരിക്കുന്നു. പാലക്കാട് BJP താമര വിരിഞ്ഞില്ല, രമേശ് പിഷാരടി ജയിച്ചു. തീർച്ചയായിട്ടും ഒരു പകുതി സമയം കഴിഞ്ഞപ്പോൾ തന്നെ രമേശ് പിഷാരടിയുടെ വിജയം നമ്മൾ ഉറപ്പിച്ചതാണ്. ആ വിജയം ഇപ്പോൾ സാധിച്ചു. പാലക്കാട് രമേശ് പിഷാരടി ജയിച്ചു. വലിയൊരു വിജയമായിരിക്കും കോൺഗ്രസ്. അതേപോലെ അബിൻ വർക്കിയും ജയിച്ചിരിക്കുന്നു. കാരണം പിഷാരടിയെ സംബന്ധിച്ചോളം കാരണം ഒരു എന്താ പറയാ ഒരു മിമിക്രി ആർട്ടിസ്റ്റ്, ഒരു സിനിമാ നടനാണ്, നായകനാണ്. അങ്ങനെയുള്ള ഒരാളെ പാലക്കാട് ഇത്രയും പ്രാധാന്യം, അതും BJPക്ക് ഇത്രയ്ക്കും എന്താ പറയുക വേരോട്ടമുള്ള ആ ഒരു മണ്ഡലത്തിൽ പിഷാരടിയെ സ്ഥാനാർത്ഥിയായി നിർത്തിയപ്പോൾ ഇത് നടക്കുമോ, ഇത് വിജയിക്കുമെന്നൊരു ചിന്ത പലർക്കും. കാരണം അദ്ദേഹം ഒരു ആർട്ടിസ്റ്റാണ്, മിമിക്രി ആർട്ടിസ്റ്റാണ്. ഇതിനു മുമ്പ് പിഷാരടി എന്ന സുഹൃത്തിനെ ധർമ്മജൻ ബോൾഗാട്ടിയെ മറ്റൊരു മണ്ഡലത്തിലിട്ടപ്പോൾ അവസ്ഥ നമുക്കറിയാം. പത്രത്തിൽ വരുമോ എന്നൊക്കെ ചിന്തിച്ചിരുന്നെങ്കിലും അവിടെ നിന്നെല്ലാം പിഷാരടി ഈ പറഞ്ഞ പോലെ സിനിമയിൽ വരുമ്പോൾ, സ്റ്റേജിൽ വരുമ്പോൾ മിമിക്രി ആർട്ടിസ്റ്റ്, മണ്ഡലത്തിൽ വരുമ്പോൾ കൃത്യം ഒരു രാഷ്ട്രീയ നേതാവ്, അതും വർഷങ്ങളോളം പാരമ്പര്യമുള്ള അല്ലെങ്കിൽ എന്താ പറയുക എക്സ്പീരിയൻസ് ഉള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ പോലെയായിരുന്നു പാലക്കാട് മണ്ഡലത്തിൽ ഇലക്ഷൻ ആ ദിവസങ്ങളിൽ മൊത്തം. ഒപ്പം ആ ഇലക്ഷൻ്റെ തലേ ദിവസം ഈ പറഞ്ഞ നമ്മുടെ NDAയുടെ സ്ഥാനാർത്ഥിയുടെ ശോഭാ സുരേന്ദ്രൻ്റെ ആ ഒരു സാമ്പത്തിക ഇടപാട്, ആ പൈസ കൊടുക്കുന്നതും അതിനുശേഷം അവർ കാറിൽ നിന്ന് ഇറങ്ങി അവർ ആ വീഡിയോ എടുത്തിരുന്ന ആളോട് ആക്രോശിക്കുന്നതും. ഒരുപക്ഷെ സുരേന്ദ്രൻ അന്ന് മാധ്യമങ്ങളോട് അത്ര രൂക്ഷമായി പ്രതികരിച്ചില്ലായിരുന്നെങ്കിൽ ഇത്ര വലിയൊരു തോൽവി നേരിടേണ്ടി വരില്ലായിരുന്നു. കാരണം രൂക്ഷമായി പ്രതികരിക്കാൻ ശോഭാ സുരേന്ദ്രൻ നുണ പറഞ്ഞു. കാരണം അതൊരിക്കലും അത് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം അത്തരത്തിൽ ഒരു NDAയുടെ BJPയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥി ജനങ്ങളുടെ മുമ്പിൽ നുണ പറഞ്ഞു. ഒരു വീഡിയോ തെളിവായിട്ട് അപ്പുറത്ത് കിടക്കുമ്പോൾ ഇപ്പുറത്തെ സ്ക്രീനിൽ ഇരുന്ന് നുണ പറഞ്ഞു. ആ നുണ അതാണ് ഒരു പക്ഷേ ഇത്രയ്ക്കും വോട്ടുകളിൽ അത് പിഷാരടിയെ ജയിപ്പിച്ച ഏകദേശം 12,522 വോട്ടുകൾക്ക്. കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ 18,000 വോട്ടുകൾക്കാണെങ്കിൽ വെറും 6,000 വോട്ടുകൾ ഇവിടെ കുറഞ്ഞിട്ടുള്ളൂ. 12,000 വോട്ടുകൾ, അതും ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിനെതിരെയാണ്. കഴിഞ്ഞ പ്രാവശ്യം സരിനെതിരെയായിരുന്നു, കോൺഗ്രസിൽ നിന്ന് പോകുന്ന തലേദിവസം വരെ കോൺഗ്രസ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിക്കെതിരെയായിരുന്നു രാഹുൽ മാങ്കൂട്ടം 18,000 വോട്ട് നേടിയതെങ്കിൽ ഇവിടെ ശോഭാ സുരേന്ദ്രനെതിരെ LDFന്റെ സരിനായിരുന്നു, മറ്റത് അദ്ദേഹം 2ാം സ്ഥാനത്തുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം BJP. ഈ പ്രാവശ്യം ശോഭാ സുരേന്ദ്രനെതിരെ വലിയ രീതിയിൽ ഒരു വിജയം, 12,000 വോട്ടുകളുടെ വിജയം രമേശ് പിഷാരടി